അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം. ബിസ്മി റിയൽ എസ്റ്റേറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് നിന്ന് നമ്മളെ മുരുക്കുംപറ്റ മണ്ണാർക്കാടൊക്കെ പോണ റോഡ്, അതേമാതിരി നമ്മളെ മംഗലത്തേക്ക് ഗുരുവായൂർ പാലക്കാട് ഹൈവേയിലേക്ക് കയറുന്ന റോഡ് നെല്ലിക്കുറിശി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. നെല്ലിക്കുറിശി പീഡിയപ്പെട്ട അവിടുന്ന് ഒരു 300 മീറ്റർ ബസ് റൂട്ടിൽ നിന്ന് 300 മീറ്റർ മാറിയിട്ട് നിറയെ വീടുകളുടെ പരിസരത്ത് യഥേഷ്ടം വെള്ള സൗകര്യമുള്ള ഏരിയയാണ്. നമുക്കിതിൽ ബോർവെല്ലാണുള്ളത്. ഇവിടെ നമുക്ക് കാണിച്ചു തരാനുള്ളത് 4.5 സെന്റ് സ്ഥലവും 1000 സ്ക്വയർ ഫീറ്റ് പുതിയ വീടാണ്. ആരും താമസിച്ചിട്ടില്ല, ഫ്രഷ് വീടാണ്, എല്ലാ വർക്കും കഴിഞ്ഞ് ഇരിക്കുന്ന വീടാണ്. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കും. ഇതാണ് നമ്മളെ പ്രോപ്പർട്ടിയിലേക്ക് വരുന്ന റോഡ്. ഇവിടുന്ന് ഒരു 50 മീറ്റർ 100 മീറ്റർ മാത്രമാണ് നമുക്ക് മണ്ണ് റോഡ് ഉള്ളത്, ബാക്കി കോൺക്രീറ്റ് ആണുള്ളത്. അപ്പോൾ നിറയെ വീടുകളുടെ പരിസരമാണ്, ഓപ്പൺ കിണറുണ്ട്, ഏകദേശം വെള്ള സൗകര്യമുള്ള ഏരിയ ആണ്. ഇവിടെയൊക്കെ നമുക്ക് പുതിയ വീടുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഭാഗം കൂടിയാണ്. ബസ് റൂട്ടിനോട് അടുത്ത സ്ഥലമാണ്. അതേപോലെ പള്ളി, മദ്രസ, സ്കൂള് സൗകര്യങ്ങൾ ഒക്കെ നമുക്കൊരു 500 മീറ്റർ ചുറ്റളവിലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ നേരെ ഓപ്പോസിറ്റുള്ള വീട്. അപ്പോൾ ഇവിടുന്ന് ഇതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള വീടാണ്. 1000 സ്ക്വയർ ഫീറ്റ് വീടും 4.5 സെന്റ് സ്ഥലമാണ്. വെള്ളത്തിന് സൗകര്യത്തിന് ബോർവെല്ലാണെങ്കിലും നമുക്ക് ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്ന ഏരിയ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് വരുന്നത്. ഈ കമ്പിവേലി കെട്ടി കാണുന്നത് വീടിൻ്റെ ഫ്രണ്ടേജ്. ഒരു സൈഡിൽ അതിൽ ഈ കാലിൻ്റെ അവിടെയാണ് വരുന്നത്. ബാക്കിൽ നമുക്ക് കമ്പിവേലി ഉണ്ട്. ഈ ഒരു സൈഡ് മാത്രമാണ് ഇനി കോമ്പൗണ്ട് ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ നേരെ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കയറി വരുന്ന ഭാഗത്ത് കൂടെ വണ്ടി നിർത്താനൊക്കെ അത്യാവശ്യം നമുക്ക് മുറ്റുണ്ട്. ഇവിടെയാണ് നമുക്ക് ബോർവെൽ ഉള്ളത്. അതാണ് വീടിൻ്റെ അടുക്കള സൈഡ്. അപ്പോൾ നേരെ ഫ്രണ്ടേജ് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗങ്ങൾ. അപ്പോൾ ഇതാണ് നമ്മളെ വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ടൈൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 കള്ളി ജനൽ, ഡോറ്, എല്ലാ ഭാഗവും നല്ല ഫിനിഷിങ്ങിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 1000 സ്ക്വയർ ഫീറ്റ് വീട് കയറ്റണമെങ്കിൽ തന്നെ ഒരു 10-18 ലക്ഷം റുപ്യ ഇന്നത്തെ റേറ്റിന് വരും. പിന്നെ ഇവിടെ സ്ഥലത്തിന് നമുക്ക് ഏകദേശം 1.5 ലക്ഷം റുപ്യ 1.25 ലക്ഷം റുപ്യ വിലയുള്ള ഏരിയ ആണ്. അപ്പോൾ ഈ സൈഡിൽ നമുക്കിവിടെ സ്ലാബ് മതിൽ വരുന്നുണ്ട്. അതേപോലെ ഇതാണ് വീടിൻ്റെ മറ്റൊരു സൈഡ്. എല്ലാ ഭാഗത്തും വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം മുറ്റവും 4 ഭാഗത്തേക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഉള്ള 4.5 സെന്റിൽ ഉള്ള സൗകര്യങ്ങൾ നമുക്കിതിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട്. അങ്ങനെ നേരെ വീടിൻ്റെ ബാക്ക് സൈഡ് ഈ ഭാഗത്ത് നമുക്ക് കമ്പി വേലിയാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ കാണാൻ നിറയെ വീടുകളുടെ പരിസരമാണ്. തൊട്ട് വീടുകളുടെ പരിസരമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഏരിയയിലാവുകൊണ്ടാണ് യഥേഷ്ടം വീടുകൾ, സൗകര്യങ്ങൾ, കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇനി വാങ്ങിക്കുന്ന പാർട്ടിക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല. നമ്മൾ നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിയിട്ട്, പാത്രങ്ങൾ അതേപോലെ ഒക്കെ വാങ്ങിയിട്ട് വന്നാൽ മതി. വേറൊരു വർക്കും ഇതിൽ ബാക്കിയില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ബാക്ക് സൈഡ്. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗം കാണാം. 4 ഭാഗം പരിസരം കണ്ടു കഴിഞ്ഞു. പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉൾഭാഗമാണ് കാണാനുള്ളത്. അപ്പോൾ നേരെ സിറ്റ് ഔട്ട് എല്ലാ ഭാഗത്തും നമുക്ക് ടൈലിട്ടിട്ടുണ്ട്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ്. അതേപോലെ തന്നെ അവിടെ ഒരു 3 കള്ളി ജനലുണ്ട്. സീലിംഗ് ഭാഗങ്ങളായാലും അത്യാവശ്യം ബോർഡറൊക്കെ കൊടുത്ത് നല്ല വൃത്തിയെല്ലാം ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ വരുമ്പോൾ നമ്മളെ വീടിൻ്റെ മെയിൻ ഡോറ് ഒരു 2 പൊളി ഡോറാണ് കൊടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മളെ വീടിൻ്റെ മെയിൻ ഡോർ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡോർ തന്നെയാണ് മെയിൻ ഡോർ ആണെങ്കിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കിടക്കുന്നത് ഇവിടെ ഒരു ഹാളിലേക്കാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ഹാളാണ്. ഫ്രഷ് വീടാണെന്ന് പറയും ചെയ്തു. ഇതിലിപ്പോൾ എന്താ കട്ടിൽ, അലമാരി, ഫ്രിഡ്ജൊക്കെ കിടക്കണം എന്നുള്ളൊരു സംശയങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ ഓണറുടെ വീട്. അപ്പോൾ അവരവിടെ വീടിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തൽക്കാലം സാധനങ്ങൾ ഇവിടേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റെയർ ഭാഗങ്ങൾ, അതേപോലെ തന്നെ ഈ സൈഡിലാണ് നമുക്ക് 2 ബെഡ്റൂം ഉള്ളത്. അതിൻ്റെ സെൻറ്ററിലായിട്ട് കോമൺ ആയിട്ട് നമുക്കിവിടെ ഒരു ബാത്റൂം. അപ്പോൾ നേരെ കയറി വരുമ്പോൾ ഫസ്റ്റിലെ ബെഡ്റൂം അത്യാവശ്യം ഒരു കട്ടിൽ ഇടാനുള്ള സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. കട്ടിൽ ഒരു അലമാരയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ പിന്നെ അലമാര ചുമരിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൊരു സ്പേസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമുക്ക് നേരെ 2ാമത്തെ ബെഡ്റൂം ഉള്ളത്. നമ്മൾ ബാത്റൂമിൻ്റെ പറഞ്ഞിരുന്നു, യൂറോപ്യൻ ക്ലോസറ്റ് കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നേരെ ഓപ്പോസിറ്റിൽ 2ാമത്തെ ബെഡ്റൂം. ഇതും അതേ സൈസുള്ള ബെഡ്റൂമാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂം തന്നെയാണ്. ഇതിലും അലമാര വർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് കണ്ടിട്ടുണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് മുകളിൽ. ഇവിടുന്ന് നേരെ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ ഹാളിൽ വന്നിട്ടാണ് നമുക്ക് അടുക്കളയ്ക്ക് പോകാനുള്ളത്. അപ്പോൾ അടുക്കളയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ സ്റ്റെയറിൻ്റെ താഴെയായിട്ട്
ഒരു സ്പേസ് ഉണ്ട്. നമുക്കൊരു അയൺ ബോക്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് ഉപയോഗിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ ഒരു വാഷ് ബേസിൻ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ നേരെ അടുക്കള ഇങ്ങനെ എൽ ഷേപ്പിൽ ഒരു സ്ലാബ് ചെയ്തിട്ടുണ്ട്. അതിൽ പാത്രം കഴുകാനുള്ള സൗകര്യം, അതേപോലെ തന്നെ നമ്മളെ അടുപ്പ്, ആലുവ അടുപ്പ്, പുകയില്ലാത്ത അടുപ്പ്, അതുപോലെ തന്നെ കുഴൽക്കിണറിൻ്റെ മോട്ടറിൻ്റെ സ്വിച്ച് സൗകര്യങ്ങളൊക്കെയാണ്, പവർ പ്ലഗ് കാര്യങ്ങൾ. അങ്ങനെ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ സൗകര്യങ്ങളും ഇതിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വാങ്ങിക്കുന്ന ഒരു പാർട്ടിക്ക് നമ്മളേതായ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം എന്ന് മാത്രം. താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിന്റെ ഭാഗങ്ങളായാലും ഫുള്ള് സ്റ്റീൽ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല വൃത്തിയിൽ തന്നെയാണുള്ളത്. പിന്നെ നമ്മൾ പറയാനുള്ളത്, ഇതിന്റെ കോണിക്കൂടെ അധികം വീടിന്റെയും മുകളിൽ ഷീറ്റൊക്കെയാണ് ഇടാറ്. ഇതിന്റെ നമ്മൾ വാർപ്പിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ ഭാഗം വളരെ ക്ലിയർ ആണ്. നമ്മളിപ്പോ കണ്ട വീട് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒറ്റപ്പാലത്തിന്റെ ഒക്കെ അടുത്ത് നെല്ലിക്കുറിശി എന്ന് പറയുന്ന സ്ഥലത്താണ്, പാലക്കാട് ജില്ലയാണ്. നമുക്കൊരു ഷോർട്ട് ആയിട്ട് പേര് പറയാം, മസ്താങ്കല്ലി എന്നാണ് ഇവിടേക്ക് ഷോർട്ട് ആയിട്ട് പേര് പറയുന്നത്. അതേപോലെ തന്നെ ഫുള്ള് മുസ്ലിംസ് ഏരിയ ആണ്. ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ അമ്പലങ്ങളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. കൂടുതൽ മുസ്ലിംസ് ആണ് ഈ ഭാഗത്തുള്ളത്. അപ്പൊ ഈ റോഡിന് പോയിട്ടാണ് നമ്മളെ വീട് നമ്മളിപ്പോ കണ്ടിട്ട് വന്നത്. ഒരു 300 മീറ്ററിൽ പള്ളിയുണ്ട്, അതേപോലെ തന്നെ 500 മീറ്റർ ചുറ്റളവിൽ അമ്പലങ്ങളുണ്ട്. ബസ് റൂട്ട് 300 മീറ്ററിൽ, കടകൾ, സൗകര്യങ്ങൾ, നിറയെ വീടുകളുടെ പരിസരം. അപ്പൊ ഇത്രയും സൗകര്യമുള്ള ഏരിയയിൽ ഇവിടെ സ്ഥലത്തിന് നല്ല വിലയുള്ള ഏരിയ ആണ്. ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, നിങ്ങളൊന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാവുന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ നിൽക്കുന്ന ആ വീടിന്റെ ഭാഗത്തിന് 1.5 ലക്ഷം റുപ്യോളം സ്ഥലത്തിന് വില ഉണ്ട്. 1.5 ലക്ഷം റുപ്യ മുകളിൽ പറയുന്നുണ്ട്. 1.5 ലക്ഷം റുപ്യ നമുക്ക് ഏകദേശം വില കൂട്ടാം. ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടിന് ഒരു 10-18 റുപ്യ എങ്ങനെ പോയാലും ഇന്നത്തെ കാലത്ത് പണിയെടുക്കുമ്പോൾ വരും. 1000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും ചെറിയ പോയിന്റ് അത് കുറവുള്ളൂ. അപ്പൊ 4.5 സെന്റ് സ്ഥലം അങ്ങനെ ഒരു വീടും. അപ്പൊ എല്ലാ വർക്കും കഴിഞ്ഞതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ ഇതിന് വില പറയുന്നത് 21 ലക്ഷം റുപ്യാണ്. ഫൈനൽ റേറ്റ് ആണ് പറയുന്നത്, നെഗോഷ്യബിൾ അല്ല. നമ്മുടെ ചാനൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം, നമ്മൾ കൂടുതൽ റേറ്റ് പറഞ്ഞ് നെഗോഷ്യബിൾ ചെയ്യുന്ന പരിപാടിയില്ല. അല്ലെങ്കിൽ നമുക്ക് അതിന് 25, 23 ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് 21 എത്തിക്കാം. ഫൈനൽ റേറ്റ് ആണ് പറയുന്നത് 21 ലക്ഷം റുപ്യ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.